അത് എൻ്റെ ചോദ്യം എനിക്ക് മനസ്സിലായി. CPM 10 വർഷം വേണം ബുദ്ധി ഉദിക്കാൻ. ഗൗരിയമ്മ പറഞ്ഞു ഈ മന്ത്രിസഭയിൽ അഴിമതിയില്ലാത്ത ഒരേ ഒരു മന്ത്രിയും അത് രമേശ് ചെന്നിത്തല. ഞാൻ എന്നെ എതിർക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ശത്രുക്കളോട് ഞാൻ പറയാറുണ്ട്, ഇടി വെട്ടിട്ട് ഞാൻ മരിച്ചില്ല, പിന്നെ അവിടെ കിളി വിചാരിച്ചിട്ട് ഇപ്പോഴും ഇടി കേട്ടാൽ എനിക്ക് പേടിയുണ്ട്. ആണല്ലേ? ആ മഹത്വം ആസിഡ് ഒഴിക്കും. അങ്ങനെ ആ വെല്ലുവിളികളെ മുഴുവൻ നേരിട്ടാണ് കേരള യാത്ര, നമ്മളെ കേരള യാത്ര. ആ യാത്രയെ 3 സ്ഥലത്ത് ആക്രമിച്ചു CPM. മലയാള മനോരമയുടെ ഇയർ ബുക്കിൽ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി ചോദ്യത്തിന് ഉത്തരം ഞാൻ തന്നെ. കല്യാണം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പോൾ മന്ത്രിയാവും. ഭാര്യ എപ്പോഴും പറയും എൻ്റെ ഭാഗ്യം കൊണ്ടാണ്. അതെ, 5 ദിവസം കൊണ്ടായതുകൊണ്ട് അത് അങ്ങനെ തന്നെ സമ്മതിക്കണം. ഒരു സ്ത്രീക്ക് തലയിൽ പൊൻകുടം വെച്ച് നഗരങ്ങളിലും ഗ്രാമങ്ങളിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുമ്പോഴാണ് ക്രമസമാധാന നില ഭദ്രമാണെന്ന് പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഇന്നുണ്ടോ? ബാലകൃഷ്ണ ആ ചോദ്യം ചോദിച്ചാൽ എനിക്ക് വലിയ സന്തോഷമായി. ആ ഫോണിൽ ഞാൻ വിളിക്കാറുണ്ട് അവരെ. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പദയാത്ര, കാൽനട യാത്ര, അത് നടത്തിയത് താങ്കളാണ്. ആ കേരള യാത്ര അങ്ങേക്ക് സമ്മാനിച്ചിട്ടുള്ള അനുഭവങ്ങൾ പുതിയ തലമുറയോട് പങ്കുവെക്കേണ്ട ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഭാരത് ജോഡോ യാത്ര ഇന്ത്യയുടെ ഒരു വലിയ മേൽവിലാസത്തിലേക്ക് രാഹുൽ ഗാന്ധി നടന്നു കയറി അതിലാളുകൾ ആവേശം കൊള്ളുന്ന ഒരു സമയത്ത്. രാഹുൽ ഗാന്ധിയോട് ഈ ഐഡിയ ആദ്യം പറയുന്നത് ഞാനാണ്. രാജസ്ഥാനിലെ ഉദയപൂരിൽ നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസ് നിരവധി സംസ്ഥാനങ്ങളിൽ തോറ്റു നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഒരു ചിന്തൻ ശിബിർ നടത്തുന്ന സമയം. അപ്പം ഞാൻ രാഹുൽ ഗാന്ധി നടക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു കോൺഗ്രസ് ഒരു യാത്ര കന്യാകുമാരി മുതൽ കാശ്മീർ പദയാത്ര, അതെൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ആ സമയത്ത്. ഞാനത് പറഞ്ഞു, അത് ആവശ്യമാണ്, ജനങ്ങളെ സംഘടിപ്പിക്കണം, ജനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം, ഒരു പദയാത്ര ആവശ്യമാണ്. ആ ഐഡിയ രാഹുൽ ഗാന്ധി അത് ഏറ്റെടുത്തു, അദ്ദേഹം നടപ്പാക്കി. ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ നേതാവിനും ചെയ്യാൻ കഴിയാത്ത ഏറ്റവും വലിയ ത്യാഗമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. 4500 കിലോമീറ്റർ ഇന്ത്യയിലുടനീളം കാൽനടയായി സഞ്ചരിക്കുക, ഒരു ദിവസം പോലും ഒഴിവ് കൊടുക്കാതെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? കഠിനമായ ചൂടിലും കഠിനമായ തണുപ്പിലുമൊക്കെ അദ്ദേഹം സഞ്ചരിക്കുകയായിരുന്നു. അതൊരു ചെറിയ കാര്യമല്ല. എൻ്റെ അനുഭവം കേരള യാത്ര കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിലെ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് ചരിത്രത്തിലെ അവിസ്മരണീയമായൊരു കാര്യം. ഇന്നും ഞാനിവിടെ ചെന്നാലും പറയും, സാർ ഞാൻ ആ യാത്രയിൽ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നിടം മുതൽ ഇന്നിടം വരെ. ഇപ്പം റോഷി അഗസ്റ്റ എന്നോട് പറയും, പാലായിൽ നിന്ന് ഏറ്റുമാനൂർ വരെ മന്ത്രി ഞാൻ നിങ്ങളുടെ യാത്രയിൽ വന്ന ഒരാളാണ്, യാത്രയുണ്ടായിരുന്നു എന്ന് പറയും. ഇതുപോലെ എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ആ യാത്രയിൽ പങ്കെടുത്തു. വാസ്തവത്തിൽ 42 ദിവസം എൻ്റെ കാലിലും എൻ്റെ സഹപ്രവർത്തകരുടെ കാലിൽ 3-4 പാളി ഇളകിപ്പോയായിരുന്നു. ആണല്ലേ? രാത്രി നമ്മൾ ഉപ്പുവെള്ളത്തിലിട്ട് കാല് വെക്കുക, ചൂടുള്ള ഉപ്പുവെള്ളത്തിലിട്ട് കാല് വെക്കുമായിരുന്നു. രാവിലെ വീണ്ടും നടക്കല്ലേ. ഒരു ദിവസം പോലും ഞാൻ കവിതയില്ലായിരുന്നു. 42 ദിവസം. ആ 42 ദിവസം നമ്മൾ നടക്കുമ്പോൾ തന്നെ കേരളത്തിലെ ഗ്രാമങ്ങളിൽ അതുപോലെ പദയാത്ര നടക്കുകയാണ്. ഇപ്പം ഞങ്ങൾ കാസർഗോഡ് നിന്ന് വരുമ്പോൾ കാസർഗോഡിൻ്റെ വിവിധ ഇപ്പം കാസർഗോഡിൻ്റെ മലയോര മേഖലയിൽ നിന്ന് ഞങ്ങൾ നടക്കുമ്പോൾ അവരും നടക്കുകയാണ്. യാത്ര ഇപ്പം എല്ലായിടും കൂടെ പോകുന്നല്ലോ, റൂട്ടിട്ടല്ലേ. അതേസമയം തന്നെ പാർട്ടി പ്രവർത്തകർ അതേപോലെ നടക്കുകയാണ്. നടന്നിട്ട് അവർ 2 ദിവസം 3 ദിവസം ഉണ്ടെങ്കിൽ 3 ദിവസം ഭക്ഷണം കരുതും. ആ ഭക്ഷണം കഴിച്ച് അവിടുത്തെ നദികളിൽ കുളിച്ച്, അത് അവിടുത്തെ പൈപ്പൊന്നും ഇല്ലല്ലോ, നദികളിൽ കുളിച്ച് അവിടുന്ന് വസ്ത്രം ഉണക്കിയിട്ട് ആ വസ്ത്രം ധരിച്ച് നടക്കുകയാണ്. വയനാട്ടിൽ നിന്ന് ആളുകൾ നടക്കുകയാണ്, മാനന്തവാടിയിൽ നിന്ന് ത്രില്ലിശ്ശേരിയിൽ നിന്നൊക്കെ ആളുകൾ നടക്കുകയാണ് നമ്മൾ നടക്കുമ്പോൾ. അപ്പോൾ ഞാൻ എൻ്റെ സഹപ്രവർത്തകർ നടക്കുമ്പോൾ കേരളം മുഴുവൻ നടക്കുകയായിരുന്നു. അന്ന് രമേശിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാരൊക്കെയായിരുന്നു? എൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന എൻ്റെ ഭാരവാഹികളായിട്ടുള്ള അന്നുണ്ട് KP ധനപാലൻ MP ആയി, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആയി, M മുരളി MLA ആയിരുന്നു. പിന്നെ ചെറിയാമ്പലിപ്പ് നടന്നില്ലായിരുന്നു. ചെറിയാമ്പലിപ്പും ഹിദർ മുഹമ്മദുവിൻ്റെ കോർഡിനേറ്റേഴ്സ് അവർ നടന്നില്ല. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളായിട്ടുള്ള AK സോമൻ വൈസ് പ്രസിഡൻ്റായിരുന്നു. അപ്പം എൻ്റെ കൂടൊപ്പം ഉണ്ടായിരുന്ന ആ ഭാരവാഹികളാണ് മുൻനിരയിൽ നടക്കുന്നത്, ബാക്കി പ്രവർത്തകരാണ്. സ്ഥിരമായി 41 പേര് നടന്നിരുന്നു. ഇപ്പോഴും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ ഒരു സാറേ ഞാൻ സാറിൻ്റെ കൂടെ ഇപ്പോൾ ഒരു സജഷൻ വന്നിട്ടുണ്ട്, അവരുടെ ഒരു യോഗം വിളിക്കണമെന്ന്. അന്ന് നടന്നവരെ എല്ലാം കൂടി യോഗം വിളിക്കണമെന്ന്. അപ്പം അത് യാത്രയായിരുന്നു, അതൊരു സംശയവുമില്ല. കേരളത്തിൽ യൂത്ത് കോൺഗ്രസ്സിനൊരു ജീവൻ വെച്ച യാത്രയായിരുന്നു.
ആ ഗവൺമെൻറ് തിരികെ വന്നത് ആ യാത്രയിലൂടെയാണ്. ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാനുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പക്ഷേ സമയക്കുറവ് കൊണ്ട് നമുക്ക് മറ്റ് ചില ചോദ്യങ്ങളിലേക്ക് പോകാനുണ്ട്. ആ സ്വാഭാവികമായും യാത്രയെ 3 സ്ഥലത്ത് വെച്ച് ആക്രമിച്ചു CPM-കാർ. ഒന്ന് വളപട്ടണത്ത് വെച്ച് ബെന്നിയെ വെട്ടിക്കൊന്നു, ബെന്നി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം ചങ്ങനാശ്ശേരിക്ക് അടുത്ത് വെച്ച് കുറിച്ചിയിൽ വെച്ച് ഭീകരമായിട്ട് മർദ്ദിച്ചു. അതും CPM തന്നെയാണ്. CPM-കാരെ. അപ്പോൾ എന്നോട് പോലീസുകാർ വന്നു, ഞാൻ MLA കൂടെ ആണല്ലോ, മന്ത്രിസ്ഥാനം കഴിഞ്ഞിട്ടുള്ള, എന്നോട് സാറിൻ്റെ മുഖത്ത് ആസിഡ് ഒഴിക്കും, അതുകൊണ്ട് സൂക്ഷിക്കണം പോലീസ്. ഞാൻ പറഞ്ഞു ആസിഡ് ഒഴിക്കണമെങ്കിൽ ഒഴിച്ചോട്ട്, പോലീസൊന്നും എൻ്റെ കൂടെ. അമ്മ രണ്ടും പോലീസ് ഇങ്ങനെ നിൽക്കുക എൻ്റെ കൂടെ 2 സ്ഥലം. ഞാൻ പറഞ്ഞു പോലീസ് നിൽക്കാൻ പാടില്ല, ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ ജാഥയാണ്, ആസിഡ് ഒഴിക്കുമെന്ന് പറഞ്ഞു. ആസിഡ് ഒഴിക്കാൻ ഒഴിച്ചോട്ട്. ആസിഡൊന്നും ആരും ഒഴിക്കാൻ വന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ അന്നിങ്ങനെ ഭീഷണി ഉണ്ടായിരുന്നു, ആ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന്. അങ്ങനെ ആ വെല്ലുവിളികളെ മുഴുവൻ നേരിട്ടാണ് കേരള യാത്ര, നമ്മുടെ കേരള യാത്ര നടത്തിയത്. നിയമസഭാ അനുഭവങ്ങൾ എന്ന് ഞാൻ ഒറ്റ വാക്കിൽ ചോദിക്കാം. ഒത്തിരി ഓർമ്മകളുണ്ട്. കാരണം 26-ാമത്തെ വയസ്സിൽ MLA ആയ നിയമസഭയിലെ ബേബി എന്നാണ് എന്നെ അന്ന് വിളിച്ചത്. എനിക്കിന്നും ഓർമ്മയുണ്ട്, ആദ്യമായി ചെല്ലുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യണം. ഞാൻ ലീഡറുടെ കാല് തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരാൾ നിയമസഭയ്ക്ക്. എൻ്റെ ഒരു പിതാവിന് തുല്യമായ സ്നേഹവും എനിക്ക് നൽകിയിട്ടുണ്ട്. ആ നിയമസഭയ്ക്കകത്ത് ഞാൻ മന്ത്രിയായ ആളാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്ന് വരെ ആർക്കും അത് ലംഘിക്കാൻ കഴിഞ്ഞിട്ടില്ല. മലയാള മനോരമയുടെ ഇയർ ബുക്കിൽ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായ ചോദ്യത്തിന് ഉത്തരം ഞാൻ തന്നെ ഇയർ ബുക്കിൽ. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ എന്നെ ഭയങ്കര ഉത്തരവാദിത്തമുള്ള ഒരാളാക്കി മാറ്റി. അസംബ്ലി വരുമ്പം ബേബി ജോൺ, ഏറ്റവും സീനിയറായ ആളുകളാണ് നിയമസഭയിൽ അന്നുള്ളത്. നാനാർ, ബേബി ജോൺ സാറൊക്കെ അത്ര സീനിയേഴ്സാണ്. PS ശ്രീനിവാസൻ, E ചന്ദ്രശേഖരൻ നായർ, ഇവരൊക്കെ അത് പ്രതിപക്ഷ നിരയിലാണ്. ഞങ്ങളിപ്പോഴത്തെ ഭരണകക്ഷി. അന്ന് വയലാർ രവി ഹോം മിനിസ്റ്റർ സ്ഥാനം ഒഴിഞ്ഞ് നിൽക്കുന്നു. ഇവരുടെ ഭരണകക്ഷത്ത് KK ബാലകൃഷ്ണൻ മന്ത്രി, അങ്ങനെയുള്ള എല്ലാ സീനിയേഴ്സും മന്ത്രിയാണ്. എന്നെ എപ്പോഴും ബേബി ജോൺ സാറൊക്കെ വിളിച്ചു പറയുമായിരുന്നു. RS ഉണ്ണി, ബേബി ജോൺ സാറ്, പങ്കജാക്ഷൻ, ഇവരൊക്കെ രമേശിന് നല്ല ഫ്യൂച്ചറുണ്ട്, വളരെ പക്വതയോടെ എല്ലാ കാര്യങ്ങളും പഠിച്ചവതരിപ്പിക്കണം, നിയമസഭയിൽ പ്രസംഗിക്കുന്നത് ചുമ്മാതെ പ്രസംഗിക്കരുത്, കാര്യങ്ങൾ പഠിച്ച് മാത്രമേ പ്രസംഗിക്കൂ. പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നതല്ല നിയമസഭ പ്രസംഗം. നിങ്ങൾക്ക് 10 മിനിറ്റേ കിട്ടുകയുള്ളായിരിക്കും, പക്ഷെ ആ 10 മിനിറ്റ് നിങ്ങൾ ആലോചിച്ച് പഠിച്ച് മാത്രമേ, കാരണം ഇത് റെക്കോർഡാണ്, ഏത് കാലത്തും ഇത് റെക്കോർഡിൽ കിടക്കുന്ന കാര്യമാണ്. 1. 2, ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ചില ആരെ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ അഷുറൻസ് നൽകി. അഷുറൻസ് കഴിഞ്ഞിട്ട് എന്നോട് ബേബി ജോൺ സാർ പറഞ്ഞു, ഇങ്ങനെ അഷുറൻസ് നൽകിയാൽ അഷുറൻസ് കമ്മിറ്റിക്കകത്ത് ഇത് പാലിച്ചില്ലെങ്കിൽ ആരെങ്കിലും എടുത്തു വിട്ടാൽ അതിന് മന്ത്രി ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരിക. അന്ന് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പറയുമായിരുന്നു. ബാലകൃഷ്ണപിള്ള, അവർക്ക് സീനിയേഴ്സ്. ഗൗരിയമ്മയുടെ ഒരു പ്രസംഗം ഇന്നും എൻ്റെ മനസ്സിലുള്ള. ഗൗരിയമ്മ പറഞ്ഞു, ഈ മന്ത്രിസഭയിൽ അഴിമതിയില്ലാത്ത ഒരേ ഒരു മന്ത്രിയേ ഉള്ളൂ, അത് രമേശ് ചെന്നിത്തല. എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ലല്ലോ. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പോൾ മന്ത്രിയാവുന്നു. ഭാര്യ എപ്പോഴും പറയും എൻ്റെ ഭാഗ്യം കൊണ്ടാണ്. 5 ദിവസം കൊണ്ടായതുകൊണ്ട് അത് അങ്ങനെ തന്നെ സമ്മതിക്കണം ആയിരിക്കാം. ഗൗരിയമ്മ ഞങ്ങളെ വീട്ടിൽ വിളിച്ച് ആലപ്പുഴ വരുത്തി. ഞങ്ങൾക്ക് അന്ന് ഭയങ്കര ഭക്ഷണം, CPM നിൽക്കുക പുള്ളിക്കാരി, ഭക്ഷണം കരിമീൻ ഉൾപ്പെടെയുള്ള ഭയങ്കരമായ ഭക്ഷണം തന്നത്. ഇതൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഗൗരിയമ്മ നമ്മളോടൊപ്പം വന്നപ്പോഴും നമ്മളോടൊക്കെ ആ സ്നേഹം വളരെ വലുതായിരുന്നു. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ചെറിയ പ്രായത്തിൽ MLA ആയതുകൊണ്ട് ഈ വലിയ നേതാക്കന്മാരെ കാണുമ്പോൾ ഞാൻ ഏത് പാർട്ടിയിൽപ്പെട്ടവരാണ് ഞാൻ ബഹുമാനിക്കുക. അവർ നമ്മളോട് സ്നേഹം കാണിക്കുമായിരുന്നു. പഠിക്കാതെ ഹോംവർക്ക് ചെയ്യാതെ ഞാൻ അസംബ്ലി പ്രസംഗിക്കാറില്ല. ഹോംവർക്ക് ചെയ്ത് പിന്നെ ഞാൻ ആരെയും അതിനെ അനാവശ്യമായി അറ്റാക്ക് ചെയ്യില്ല. നമ്മുടെ പൊളിറ്റിക്സ് പറയുക, നീതി പറയുക എന്നുള്ളത് അപ്പുറം അത് പൊതുജീവിതത്തിൽ ഞാൻ ഒരു ആളിനെയും അവരുടെ കുടുംബത്തെയോ അവരെയോ ഒന്നും ഞാൻ ആക്ഷേപിക്കാറില്ല. കാരണം അത് ശരിയല്ല. നമ്മൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുന്നത് കൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ലാതെ അവരെ ആക്ഷേപിക്കുക, അപമാനിക്കുക. കാരണം ലീഡറെ പറ്റി അവർ പറഞ്ഞ കാര്യങ്ങൾ, അന്ന് മരിച്ചുപോയ നമ്മുടെ PK രാജൻ കൊടുങ്ങല്ലൂർ MLA ആയിരുന്നു.
അദ്ദേഹത്തിൻ്റെ ഒരു അഴിമതി ഒരു ആരോപണം എഴുതി ലീഡറുടെ വീട്ടിൽ PTP നഗറിൽ മഹാഭാഗവതം മുഴുവൻ ചന്ദനത്തടി കൊത്തിവെച്ചിട്ടുണ്ട്. ഒരു വലിയ ആരോപണം ഉന്നയിച്ചു. ഒരു ആരോപണമില്ല, അവിടെ ചെന്ന് ആർക്കും നോക്കിയാലും അവിടെ ചന്ദനത്തടിയില്ല, മഹാഭാരതവും ഇല്ല, ആരും കൊത്തിവെച്ചു. അപ്പം ഇതിങ്ങനെയുള്ള ആളുകളെ ആക്ഷേപിക്കുകയും ആളുകളെ വ്യക്തിപരമായി അപമാനിക്കുകയും ചെയ്യുന്ന ഒരു പണിയും ഞാൻ MLA ആയിരുന്നപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മന്ത്രിയായപ്പോഴും ഞാൻ ചെയ്തു. ഈ സ്വന്തം പാർട്ടിക്കകത്ത് എല്ലാവരെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ മറുഭാഗത്തുള്ള ആളുകളെയും അങ്ങനെ സ്നേഹിക്കുന്നതായിട്ടും നല്ല പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്തതായിട്ടൊക്കെ താങ്കളുടെ ഒരഭിമുഖത്തിൽ സ്വരാജിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ കേട്ടിരുന്നു. അതിനോടനുബന്ധമായിട്ട് കേരളക്കര ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ട്. ശ്രീ VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ആലപ്പുഴയിലേക്ക് വരുമ്പോൾ റോഡിൻ്റെ ഓരത്ത് മഴ നനഞ്ഞ് നിൽക്കുന്ന ഒരു രമേശ് ചെന്നിത്തലയുടെ ഫോട്ടോ കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ്. എന്തൊരു വൈകാരിക ബന്ധമാണ് അദ്ദേഹവുമായിട്ടുണ്ടായിരുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു മഴയത്ത് പോലും പോയി നിൽക്കണം എന്നുള്ള ഏതു തരം വികാരമാണ് അങ്ങേ നയിച്ചത്? ചോദിച്ച 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, നല്ല പ്രസംഗം, എനിക്ക് പ്രസംഗം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരിക്കലും എനിക്ക് പ്രസംഗം കേൾക്കാൻ അവസരം കിട്ടാറില്ല. നമ്മുടെ തിരക്കിനിടെ നമ്മൾ പ്രസംഗിച്ച് പോകാന്നുള്ളതല്ല, മറ്റുള്ളവരുടെ പ്രസംഗം. ഞാൻ K. ബാലകൃഷ്ണൻ്റെ പ്രസംഗം കുട്ടിക്കാലത്ത് പോയി കേട്ടിട്ടുണ്ട്. AKG പ്രസംഗം ഞങ്ങളുടെ നാട്ടിൽ ചെന്നിത്തലയിൽ വന്ന് മുണ്ടൊക്കെ മടക്കി AKG വരുന്നു, ഇറങ്ങുമ്പോൾ മുണ്ട് മടക്കി ഇറങ്ങും. ഞാൻ പ്രസംഗം കേട്ടിട്ടുണ്ട്. അച്യുതാനന്ദൻ്റെ പ്രസംഗം ഞാൻ പോയി കേട്ടിട്ടുണ്ട്, കുട്ടിയായിരിക്കുമ്പോൾ. അച്യുതാനന്ദൻ അന്നും ഈ മുറുക്കിയൊക്കെയാണല്ലോ പ്രസംഗിക്കുന്നത്, ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ആദ്യമായി ഞാൻ പങ്കെടുക്കുന്ന KSU ക്യാമ്പ് ജോസഫ് മാത്തൻ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ ആരും അറിയത്തില്ല, വലിയ നേതാവായിരുന്നു. ആലപ്പുഴയിലെ ജോസഫ് മാത്തൻ അദ്ദേഹം വന്ന് ക്യാമ്പിൽ പങ്കെടുത്തുള്ള പ്രസംഗം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കേൾക്കാൻ. അവസരം കിട്ടാറില്ല. പാർലമെൻറ്റിലാണെങ്കിലും അസംബ്ലിയിലാണെങ്കിലും ഞാൻ മുഴുവൻ സമയം ഇരിക്കും പ്രസംഗം കേൾക്കാൻ വേണ്ടിയാണ്. പാർലമെൻറ്റിൽ ഞാൻ ഹിന്ദി പ്രസംഗിക്കുമ്പം വാജ്പേയി എനിക്ക് എഴുതി തന്നിട്ടുണ്ട്, ആണല്ലേ, നിങ്ങൾ ഹിന്ദിയിൽ മാത്രമേ പ്രസംഗിക്കാവൂ. ഓ അത് ശരി, വെരി ഗുഡ്. ജോർജ് ഫെർണാണ്ടസ് എന്നെ അഭിനന്ദിക്കാറുണ്ട്, രമേശ് എനിക്ക് ഇംഗ്ലീഷ് നന്നായി അറിയാം, ഞാൻ മംഗലാപുരത്തുകാരനാണ്, പക്ഷേ ഞാൻ ഹിന്ദിയിലെ പ്രസംഗിക്കൂ. കാരണം ഹിന്ദി 80% ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയാവുന്ന ഭാഷ ഇന്ത്യയാണ്. നിങ്ങൾ പാർലമെൻറ്റ് ഹിന്ദി പ്രസംഗിച്ചാൽ ലോകം മുഴുവൻ പോകും, ഇന്ത്യ മുഴുവൻ പോകും. ശിവരാജ് പാട്ടീൽ എനിക്ക് എഴുതി തരും, നിങ്ങൾ ഓൾവേസ് സ്പീക്ക് ഇൻ ഹിന്ദി. രാംവിലാസ് പാസ്വാൻ എപ്പോൾ കണ്ടാലും എന്നോട് പറയും ഇംഗ്ലീഷ് പ്രസംഗിക്കരുത്, ഹിന്ദിയിലെ പ്രസംഗിക്കും. നമ്മുടെ പ്രസംഗം കേട്ടാൽ അവരൊക്കെ നമുക്ക് എഴുതി തരും. അത് ശരി, അതൊരു കൾച്ചറാണ് പാർലമെൻറ്റിലെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്വരാജ് നന്നായി പ്രസംഗിച്ചപ്പം ഞാൻ കുറിപ്പ് കൊടുത്തു. സ്വരാജ് ഒരു കൾച്ചറിൻ്റെ ഒരു തുടർച്ച ഇവിടെ അതില്ല, ഇവിടെ തമ്മിലടിയല്ലേ. നമ്മൾ അത്ര ഒരു മറ്റ് പാർലമെൻറ്റ് എന്ന് പറഞ്ഞൊരു വലിയ ഇതല്ലേ ഇന്ത്യ മുഴുവൻ. ഇവിടെ ആകുമ്പോൾ കുറച്ചുകൂടെ പൊളിറ്റിക്കലായി വെച്ചാൽ രാഷ്ട്രീയ വൈരാഗ്യം നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണല്ലോ കേരളം എപ്പോഴും. പക്ഷേ കേരളത്തിൽ വലിയ മാതൃകകളുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ഞാൻ സ്വരാജിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കത്തെഴുതി കൊടുത്തു, സ്വരാജ് നന്നായി പ്രസംഗിക്കുന്നു, അഭിനന്ദനങ്ങൾ, കീപ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അത് പിന്നെ വാർത്തയാവുകയും ചെയ്യും. അപ്പം അങ്ങനെ നന്നായി പ്രസംഗിക്കുന്നവരൊക്കെ ഞാൻ അഭിനന്ദിക്കാറുണ്ട്. അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് ഞാൻ കണക്കാക്കാറുണ്ട്. അച്യുതാനന്ദൻ ഞാനുമായിട്ട് നല്ല ബന്ധമാണ്. കാരണം ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മന്ത്രിയായിരുന്നപ്പോഴും ഒക്കെ അദ്ദേഹം അസംബ്ലിയിലുള്ള ആളാണല്ലോ. അദ്ദേഹം പല വിഷയങ്ങളും ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുമായിരുന്നു. സാധാരണ അച്യുതാനന്ദൻ ഒരു പരുക്കൻ സ്വഭാവക്കാരനാണ്, ആരോടും വർത്തമാനമൊന്നും പറയുന്നത്, മിണ്ടത്തില്ല, ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷേ എന്നോട് കൂടുതൽ വർത്തമാനം പറയാമായിരുന്നു. ആണല്ലേ? ഞങ്ങൾ ഈ ഫ്ലൈറ്റിൽ പോകുമ്പോൾ, ഡൽഹി പോകുമ്പോൾ ഫ്ലൈറ്റിലൊക്കെ ചുമ്മാ ഇരിക്കുകയല്ലേ, അപ്പം ഞാൻ ഓരോന്ന് ചോദിക്കും, ഈ പുനഃപ്രവേല സമരം എങ്ങനെയാണ്, എന്താണ് സംഭവിച്ചത്, അങ്ങേതി പങ്കെടുത്തിട്ടില്ല എന്ന് വിമർശകർ പറയുന്നുണ്ട്, അത് ശരിയാണോ, പൂഞ്ഞാറിലെവിടെ ഒളിച്ച് താമസിച്ചത്, ഇതൊക്കെ നമുക്ക് അറിയാൻ താല്പര്യമുണ്ടല്ലോ. അപ്പോൾ എന്നോട് ഇതെല്ലാം പറയുമായിരുന്നു. ഞാൻ ആലപ്പുഴയിൽ തയ്യൽ തൊഴിലാളിയായിരുന്നു, ആ കാര്യം എന്നോട് പറയും. അവിടെ സമരം ചെയ്ത കാര്യങ്ങൾ പറയും. P. കൃഷ്ണപിള്ള വന്ന് മെമ്പർഷിപ്പ് കൊടുത്ത കാര്യം പറയും. P. കൃഷ്ണപിള്ളയാണ് എന്നെ തൊഴിലാളി രംഗത്ത് പ്രവർത്തിക്കാൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചു, ഈ നീട്ടിയും കുറിക്കും എന്തിനാണ് പ്രസംഗിക്കുന്നത്, നേരെ അങ്ങ് പ്രസംഗിച്ചാൽ പോലെ. അപ്പോൾ എന്നോട് പറഞ്ഞു, അങ്ങനെയല്ല, പണ്ട് മൈക്കില്ലായിരുന്നു. കുട്ടനാട്ടിലാണ് എൻ്റെ പ്രവർത്തന മേഖല. അവിടെ ചെന്ന് പ്രസംഗിക്കുമ്പോൾ വൈകിട്ട് ജോലി ചെയ്ത് വരുന്ന കർഷക തൊഴിലാളിയൊന്നും ഒരു പ്രസംഗം കേൾക്കാൻ നിൽക്കത്തില്ല. അപ്പം ഞാനിങ്ങനെ നീട്ടി പ്രസംഗിക്കുകയും കുറുക്കി പ്രസംഗിക്കുകയും ചെയ്യുമ്പോഴൊക്കെ ആളുകൾക്ക് അട്രാക്ഷൻ ഉണ്ടാവും, ആളുകൾക്ക് ആകർഷണം ഉണ്ടാവും. അവരെ ആകർഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ നീട്ടിയും കുറുക്കിയും പ്രസംഗിക്കുന്നത്. അങ്ങനെയാണ് ഈ ആളുകൾ, അത് മൈക്കില്ലല്ലോ, അങ്ങനെ അലറുകയല്ലേ പുള്ളി മീറ്റിങ്ങിലൊക്കെ. ഞാൻ ഈ കേരള മാർച്ച് നടത്തിയപ്പോൾ പുള്ളി പാർട്ടി സെക്രട്ടറിയാണ്.
അന്ന് പുള്ളി എന്നെ അഭിനയിച്ച് കാണിക്കുമായിരുന്നു സ്റ്റേജിൽ. ഒരാൾ നടക്കുകയാണ് കേരളം മുഴുവൻ ഇങ്ങനെ നടക്കുകയാണ്, അത് കാണിക്കും പുള്ളി. അപ്പം ഞാനിതൊക്കെ ചോദിക്കും പുള്ളിയോട്, ആദ്യം നിങ്ങൾ CPIയിൽ നിന്ന് ഇറങ്ങി വന്നത് എന്താണ്, എത്ര പേര്, ഇതൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഇതെല്ലാം പറയും. അപ്പം അങ്ങനെ ഞങ്ങൾ തമ്മിൽ നല്ല EMS ആയിട്ടുണ്ടായിരുന്നു ഞാൻ. ആണല്ലേ? NSUIയുടെ കാലത്ത് നമ്മൾ ഡൽഹി പോകുമ്പോഴൊക്കെ ഈ പുള്ളിയുടെ ബാഗ് പുള്ളി സമ്മതിക്കത്തില്ല, പുള്ളിക്ക് നടക്കാൻ പോലും വയ്യ. ഞാൻ പിടിക്കാൻ പറഞ്ഞാൽ പുള്ളി സമ്മതിക്കില്ല, ചെറിയ ബാഗാണ്. അപ്പം പുള്ളി എടുക്കാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കും. നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. വലിയ നേതാക്കന്മാരെ കാണുമ്പോൾ ചോദിക്കുന്നത് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം എല്ലാം പറയുമായിരുന്നു. സുർജിത്ത്, ഞാൻ സുർജിത്ത് അടുത്തടുത്തായിരുന്നു താമസം, പാർലമെൻറ്റ് സുർജിത്ത്. അപ്പോൾ അവരില്ലാത്ത സമയത്ത് നോക്കി ഞാൻ അവിടെ ചെല്ലും, ഞാൻ അവരോട് വർത്തമാനം പറയും. അപ്പോൾ പുള്ളി ഹിന്ദി പറയുന്നതുകൊണ്ട് പുള്ളിക്ക് ഇഷ്ടമാണ്, പുള്ളി കാര്യങ്ങൾ നമ്മളോട് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ കോൺഗ്രസ് നേതാക്കന്മാരോടൊപ്പം തന്നെ ഞാൻ മറ്റു നേതാക്കന്മാരോടൊക്കെ, ജ്യോതിർമയി ബാസു ബംഗാളിലെ ഏറ്റവും വലിയ നേതാവ്, CPM നേതാവ്, അദ്ദേഹത്തോട് പോയി സംസാരിക്കുമായിരുന്നു. നമ്മൾ ഈ ലീഡേഴ്സിനോട് സംസാരിക്കുമ്പോൾ അവരുടെ നരസിംഹറാവു, ബാലകൃഷ്ണൻ, നമ്മൾ നരസിംഹറാവോട് അരമണിക്കൂർ സംസാരിച്ചാൽ 2 പുസ്തകം വായിക്കുന്നതിൻ്റെ പ്രയോജനമാണ്. അല്ല, അന്ന് ആളുകൾ ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ ഇത്രയും വലിയ വിജ്ഞാനമുള്ളൊരു നേതാവ്, അറിവുള്ള നേതാവില്ല. 2 പുസ്തകം വായിക്കുന്നതിന് പ്രയോജനം ഉണ്ടാവും അരമണിക്കൂറിലൂടെ സംസാരിച്ചാൽ. അത്ര ഇൻ്റലക്ച്വലാണ് അല്ലേ? അപ്പോൾ അച്യുതാനന്ദൻ്റെ കാര്യം, അപ്പോൾ അങ്ങനെയുള്ളൊരു അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ആലപ്പുഴക്കാരൻ എന്നുള്ള നിലയിൽ എന്നോടൊരു സ്നേഹവും പുള്ളിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് പുള്ളിയുടെ മരണം ഉണ്ടായപ്പോൾ ഞാൻ ആദ്യം പോയി അദ്ദേഹത്തെ ഇത് ചെയ്തു, റീത്തൊക്കെ വെച്ചു. തിരിച്ചു വന്നിട്ട് ഹരിപ്പാട് വഴി വരുമ്പം അച്യുതാനന്ദൻ വരുമ്പം ഞാൻ അവിടെ പോയില്ലെങ്കിൽ അത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് അവിടെ പോയത്, അത്രയൊരു അടുപ്പം. ഓക്കെ, ഏതായാലും അതൊരു നല്ല മെസ്സേജാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന് നൽകിയിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകനെ പൊതുവെ എല്ലാവരും കാണുന്നത് ഒരു സമവായത്തിൻ്റെ ആൾരൂപം എന്നുള്ള രീതിയിലാണ്. കേരളത്തിലെ പൊളിറ്റിക്സിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എല്ലാ കാലഘട്ടത്തിലും UDF വളരെ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ കേരളത്തിലെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ താങ്കൾ വഹിച്ചിട്ടുള്ള പങ്ക്, അവരുമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു ഊഷ്മള ബന്ധം, അല്ലെങ്കിൽ എവിടെയെങ്കിലും തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ബന്ധത്തെക്കുറിച്ച് വളരെ സംക്ഷിപ്തമായിട്ടൊന്ന് സംസാരിക്കാം. പൊളിറ്റിക്സ് ഇൻ ആർട്ട് ഓഫ് മാനേജിങ് ദ കോൺട്രഡിക്ഷൻസ്. പൊളിറ്റിക്സ് ഈസ് ആൻ ആർട്ട് ഓഫ് മാനേജിങ് ദ കോൺട്രഡിക്ഷൻസ്. വൈരുദ്ധ്യങ്ങളുടെ സമവായം ഉണ്ടാക്കുകയാണ് രാഷ്ട്രീയം. പ്രത്യേകിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും കൊയിലേഷൻ പൊളിറ്റിക്സ് വന്ന ശേഷം ഈ ആപ്തവാക്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വിവിധ ആശയങ്ങളുള്ള പാർട്ടികൾ, വിവിധ പ്രത്യയശാസ്ത്രങ്ങളുള്ള പ്രസ്ഥാനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ ഈ കോൺട്രഡിക്ഷൻസിനെ മാനേജ് ചെയ്യുന്നതാണ് ആധുനിക കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം. അത് 40 വർഷമായി കേരളത്തിൽ കൊയിലേഷൻ നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണി നിലനിൽക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊരു കലയാണ്, അതൊരു കല. അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് മാനേജിങ് ദ കോൺട്രഡിക്ഷൻസ്. ഇതൊരു ആർട്ടാണ്. അപ്പോൾ കൊയിലേഷൻ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അത് ഏറ്റവും നന്നായി ചെയ്ത ഒരാൾ ശ്രീ K. കരുണാകരനാണ്. അദ്ദേഹത്തിൽ ആണ് കേരളത്തിലെ കൊയിലേഷൻ പൊളിറ്റിക്സ് ഏറ്റവും ഭംഗിയായി ആരംഭിക്കുന്നത്. അതിനു മുമ്പുണ്ട്, 60കളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെ, പട്ടനാടുകളിലെ കോൺഗ്രസും തമ്മിലുള്ള ബന്ധം, അതൊക്കെ കൊയിലേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം രാഷ്ട്രീയത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ കോൺട്രഡിക്ഷൻസിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള കാര്യമല്ല. ശ്രീ പിണറായി വിജയൻ കരുണാകരൻ നടത്തിയൊരു പരീക്ഷണത്തെ ഫോളോ ചെയ്ത ഒരാളാണ്. ഇപ്പം എല്ലാ പാർട്ടികളും കൂടെ കൂട്ടിയിട്ടുണ്ട്. ഒരാളുള്ള പാർട്ടിക്ക് വരെ മന്ത്രിസ്ഥാനം കൊടുത്ത് ഉണ്ട്. പണ്ട് ഇതിനൊക്കെ എതിരാണ് CPM. പണ്ട് ഞങ്ങൾ ഒരാൾ ബാലകൃഷ്ണപിള്ളയെ മന്ത്രിയാക്കിയതിൻ്റെ പേരിൽ എന്തെല്ലാം ആക്ഷേപങ്ങൾ കേട്ടിട്ടുള്ള ആളുകളാണ് ഇവർ. ഇപ്പോൾ ഇവർ ഒരാൾ മാത്രമുള്ളവർക്ക് 2 ടേം കൊടുത്ത് പപ്പാതി വീതിച്ച് കൊടുക്കുന്ന ആളുകളാണ്. അത് ഞങ്ങൾ ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റും ഇല്ല എന്ന് പറയാൻ കാര്യം, കമ്മ്യൂണിസ്റ്റ് ശൈലിയുമില്ല അവർക്ക്. അപ്പോൾ ഇന്ന് സോഷ്യൽ ബാലൻസ് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. അതിന് പറഞ്ഞ വാചകം വേറെ, സോഷ്യൽ എഞ്ചിനീയറിങ്. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയോടെ പ്രവർത്തിച്ചാൽ മാത്രമേ കൊയിലേഷൻ സക്സസ് ആവുള്ളൂ. നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇവരൊക്കെ അനാവശ്യമായ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്.
ഉന്നയിക്കേണ്ടി വരും. ആ പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ ആ ആവശ്യം ഉന്നയിക്കേണ്ടി വരും. പിന്നെ കേരളത്തിൽ സമുദായങ്ങൾ ധാരാളമുണ്ട്. ആ സമുദായങ്ങളെയെല്ലാം ഒന്നിപ്പിച്ച് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അവരെ യോജിപ്പിച്ച് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സമുദായങ്ങളെയും സാമൂഹിക സംഘടനകളെയും യോജിപ്പിച്ച് കൊണ്ടുപോകേണ്ടത് കേരളം ഭരിക്കുന്ന ഏത് ഭരണാധികാരിക്കും ഇപ്പോൾ അനിവാര്യമായ. അതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അവരുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ചിട്ടാണ് സ്വാഭാവികമായിട്ടും. ഞാൻ എല്ലാ സമുദായ സംഘടനകളുമായിട്ടും എനിക്ക് ഏറ്റവും നല്ല ബന്ധമാണ്. നിങ്ങളത് ഏത് സംഘടനയാണേലും സമുദായ നേതാക്കന്മാരോട് നിങ്ങൾക്ക് ചോദിച്ചാൽ മതി. ഞാൻ അവരോടൊക്കെ നല്ല ബന്ധമാണ്. ആ ബന്ധം എന്തുകൊണ്ടാണ്? നമ്മൾ അവരുമായിട്ടുള്ള ആ ബന്ധം നിലനിർത്തേണ്ടത് എൻ്റെ പാർട്ടിക്കും എൻ്റെ മുന്നണിക്കും ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ്. ആ ഇക്വിലിബ്രിയം നമ്മൾ, പക്ഷേ അവർ പറയുന്ന വെച്ചാൽ എല്ലാം ചെയ്തു കൊടുക്കാൻ കഴിയുമെന്ന് വരില്ല. പക്ഷേ ആ ബന്ധം നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അത് പലപ്പോഴും നമ്മുടെ മുന്നണിയുടെ പ്രവർത്തനത്തിനും വിജയത്തിനുമൊക്കെ സഹായകരമായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേരളത്തെക്കുറിച്ചിട്ടുള്ള അങ്ങയുടെ വിഷൻ ആൻഡ് ഡ്രീം. വാസ്തവത്തിൽ കേരളം കഴിഞ്ഞ ഇത് വേണ്ട രീതിയിൽ പുരോഗമിച്ചിട്ടില്ല എന്ന് ഞാൻ പറയും. ഞാൻ കഴിഞ്ഞ 3 മാസമായി ഡൽഹി പോയിട്ട്. കാരണം ഡൽഹിയിൽ അതികഠിനമായ ശൈത്യവും അതോടൊപ്പം തന്നെ അതിഭീകരമായ പൊല്യൂഷനുമാണ്. അവിടെ നമ്മൾ ഡൽഹി വിളിക്കുന്ന ആളുകളൊക്കെ ഡൽഹിയുടെ വെളിയിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി. ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം. ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ അർഹിക്കുന്ന പരിഗണന കൊടുത്തു കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ശാന്തമായ അന്തരീക്ഷം, മിതമായ ക്ലൈമറ്റ്, മാത്രമല്ല ഉയർന്ന വിദ്യാഭ്യാസം, ഉയർന്ന ആരോഗ്യ പരിപാലനം, എന്തുകൊണ്ടും അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടങ്ങൾ കേരളത്തിന് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയാണ് അമർത്യ സെൻ കേരള മോഡൽ എന്ന് പറയുന്നത്. ആ കേരള മോഡലിന് ഇപ്പോൾ നിറമങ്ങിയിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ശിശുമരണങ്ങൾ, പോഷകാഹാരക്കുറവ് കൊണ്ട് മരിക്കുന്ന ആദിവാസി കുട്ടികൾ, മെഡിക്കൽ കോളേജിൽ പോലും വേണ്ടത്ര ചികിത്സ കിട്ടാത്ത അവസ്ഥ, ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, നിരന്തരമായി. ഇന്നലെ ഒരു ഗർഭിണിക്ക് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ ആ ഗർഭിണിയുടെ വയറ്റിൽ തുണി കണ്ടെത്തിയ സംഭവം, കത്രിക കണ്ടെത്തുന്ന സംഭവം, ആശുപത്രിയിൽ പോയാൽ ജീവനോടെ പോകുന്നവൻ മൂക്കിൽ പഞ്ഞി വെച്ച് വരുന്ന അവസ്ഥ, ഇതൊക്കെ കേരളത്തിൻ്റെ ഇന്നത്തെ ആരോഗ്യരംഗത്തിൻ്റെ സ്ഥിതിയാണ്. അതിൽ മാറ്റം വേണം. അത് മാറുന്നില്ലല്ലോ, മാറ്റം അനിവാര്യമാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന AI കാലത്താണ്. ഇന്ന് റോബോട്ട് വെച്ചുകൊണ്ട് ലോകത്ത് ശസ്ത്രക്രിയ നടക്കുന്ന കാലമാണ്. ഇന്ന് മെഷീൻ ലേണിങ്ങിൻ്റെ കാലമാണ്. ആ കാലഘട്ടത്തിൽ കേരളം എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമല്ലേ? എവറി ഇഞ്ച് ഓഫ് കേരള ഈസ് എ ടൂറിസ്റ്റ് പ്ലേസ്. നിങ്ങൾ ലോകത്തിൻ്റെ ഞാൻ ലോകത്തിൻ്റെ ഒത്തിരി രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഗോവ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെ എല്ലാം കാണാൻ കഴിയുന്നത് എന്താ? ഓരോ ഇഞ്ചും അതുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഓരോ ഇഞ്ചും കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ഇവിടെ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് വന്നാൽ അവന് ഒന്ന് വാഷ്റൂമിൽ പോകണമെന്ന് വെച്ചാൽ കേരളത്തിൽ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? മറ്റ് വികസനം അങ്ങോട്ട് കളാം. തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വാഹനത്തെ സഞ്ചരിച്ചാൽ അവൻ അവസാനം ഒരു പെട്രോൾ പമ്പിൽ കയറാതെ അവന് യൂറിൻ പാസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ കേരളം വിട്ടുപോകല്ലേ? 7000 പേരാണ് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചു കാനഡയിലേക്ക് പോകുന്നു. ഒരു ദിവസം ഒരു ഏജൻസി. കാനഡ എന്ന് പറഞ്ഞാൽ 6 മാസം സൂര്യപ്രകാശമില്ലാത്ത നാടാണ്. കേരളത്തിലെ ജനങ്ങൾ പ്രവാസ ജീവിതം ഇഷ്ടപ്പെടുന്നവരാണ്, നല്ലതാണ്. 50കളിൽ പോലും പ്രവാസ ജീവിതം ആരംഭിച്ചവരാണ്. നമ്മുടെ പ്രത്യേകിച്ച് ക്രൈസ്തവ മേഖലയിൽപ്പെട്ട ആളുകൾ അന്ന് തന്നെ അമേരിക്കയിൽ നഴ്സുമാരായിട്ട് ഡോക്ടർമാരായിട്ട് യൂറോപ്പിലൊക്കെ പോയിട്ടുള്ള ആളുകളാണ്, നല്ലതാണ്. പക്ഷെ ഇന്ന് കാണുന്ന ഇന്ന് പ്രവാസമല്ല, ഇവിടുന്ന് എക്സോഡസാണ്. ആളുകൾ ഇവിടെ വിട്ട് പോവാണ്. 7000 കുട്ടികൾ ഒരു ദിവസം പോയെങ്കിൽ ഇതുപോലെ എത്ര ആയിരം കുട്ടികളാണ് വിദേശ രാജ്യങ്ങളിൽ പോകുന്നത്? അവരിൽ എത്ര ശതമാനം തിരിച്ചു വരുന്നു? എന്തുകൊണ്ടാണ്? പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ പഠിക്കാൻ കഴിയുന്നില്ല, അവർ വിദേശത്ത് പോയി പഠിക്കുകയാണ്. VC-മാരില്ലാത്ത സർവകലാശാലകൾ, സമയത്ത് പരീക്ഷ നടക്കാത്ത സർവകലാശാലകൾ, പരീക്ഷ നടത്തിയാൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ,
എങ്ങനെ അവർക്ക് UDF ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ ഞാൻ പ്രയോറിറ്റി? പറയാൻ പോകുന്നത് അതാണ്. ഞാനതാ പറയാൻ പോകുന്നത്. നമ്മുടെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് മികച്ച പഠനം കിട്ടാനും പഠനത്തിനുള്ള സൗകര്യം ഒരുക്കാനും മാന്യമായ ജോലി ശമ്പളത്തോടുകൂടി ജോലി കിട്ടാനും ഉള്ള അവസ്ഥ ഞങ്ങൾ വരികയാണെങ്കിൽ ഉണ്ടാക്കും. ഓക്കെ. കേരളത്തിലെ സർവകലാശാലകൾ സെൻറ്റർ ഓഫ് എക്സലൻസ് ആയിട്ട് ഞങ്ങൾ മാറ്റും. വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ ഇവിടെ ഉണ്ടാകും. ഓക്കെ. ഈ നിയമസഭയിൽ അവർ 10 വർഷം കഴിഞ്ഞപ്പോൾ ആ ബില്ല് കൊണ്ടുവന്നു. CPMന് 10 വർഷം വേണം ബുദ്ധി ഉദിക്കാൻ. അന്ന് ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അതിനെ നഖശികാന്തം എതിർത്ത ആളുകൾ 10 വർഷം കഴിഞ്ഞപ്പോൾ അത് നടപ്പാക്കുകയാണ്. TP ശ്രീനിവാസൻ, ആ TP ശ്രീനിവാസൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാനായിരുന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അന്നത് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കുട്ടികൾ ആരെങ്കിലും കേരളം വിട്ടു പോകുമായിരുന്നു? പോവില്ലായിരുന്നു. ഇവിടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് വന്നാൽ ഇവിടെ എന്താ കുഴപ്പം? ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ഇവിടെ വന്നാൽ എന്താ കുഴപ്പം? പ്രശസ്തമായ യൂണിവേഴ്സിറ്റികൾ, ആ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് ഇവിടെ വന്നാൽ പിന്നെ അവിടെ പോകേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠിക്കാനും സമയബന്ധിതമായി പരീക്ഷ എഴുതാനും ഡിഗ്രി കിട്ടാനും മാന്യമായ ശമ്പളത്തോടെ ജോലി ചെയ്യാനുള്ള അവസ്ഥ കേരളത്തിൽ ഉണ്ടാകണം. അത് ഞങ്ങൾ ഉറപ്പ് കൊടുക്കും. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഞങ്ങൾ ഉറപ്പ് കൊടുക്കും. അല്ല, പ്രധാനമായിട്ട് ഇപ്പോൾ ചർച്ച പ്രതിപക്ഷ നേതാവിനോടും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളോടൊക്കെ ഞാൻ ചോദിച്ചു കണ്ടൊരു ചോദ്യം, 48,000 കോടി രൂപയുടെ ഒരു പൊതുകടത്തിൽ ഈ കേരള സംസ്ഥാനം നിൽക്കുകയാണ്. നാളെ കോൺഗ്രസും UDFും അധികാരത്തിലെത്തിക്കഴിഞ്ഞാലും ഈ കടക്കണിയെ അതിജീവിക്കാൻ കഴിയുന്ന എന്ത് മാജിക്കൽ എക്കണോമിക്സ് ആണ് അല്ലെങ്കിൽ ധനകാര്യമാണ് UDFന് കൈകാര്യം ചെയ്യാൻ സാധിക്കുക? ബാലകൃഷ്ണൻ, നമ്മുടെ കയ്യിൽ അങ്ങനെ മാന്ത്രിക വടിയൊന്നും കയ്യില്ല. EMS മുതൽ ഉമ്മൻചാണ്ടി വരെ ഭരിച്ചപ്പോൾ കേരളത്തിൻ്റെ പൊതുക്കട 1.5 ലക്ഷം കോടിയായിരുന്നു. 10 വർഷം കൊണ്ടത് 5.5 ലക്ഷം കോടി 6 ലക്ഷം കോടിയായി വർദ്ധിപ്പിച്ചു. ഇപ്പം ഗവൺമെൻറ് കടമെടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? നേരത്തെ എടുത്ത കടത്തിൻ്റെ പലിശ കൊടുക്കാനാണ്. അപ്പോൾ കേരളം വൻ കടത്തിലാണ്. ഇതിൽ നിന്ന് മോചനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ സാമ്പത്തിക മാനേജ്മെൻറ്റിൽ സമൂലമായ മാറ്റം വരുത്തും. നമ്മൾ എന്തിനാണ് ഇപ്പം കിഫ്ബിയിലൂടെ പണമിടുക? ഞാൻ അടിസ്ഥാനപരമായി ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഞാൻ കിഫ്ബി എതിർത്തതിൻ്റെ കാരണം എന്താണ്? കിഫ്ബി വന്നതോടുകൂടി ബഡ്ജറ്റ് ഇല്ലാതായി. നമ്മളടിക്കുന്ന പെട്രോളിനും ഡീസലിൻ്റെയും പണത്തിൻ്റെ ഒരു അംശമാണ് ഈ കിഫ്ബി എന്ന് പറയുന്നത്. ഈ കിഫ്ബി അല്ലെങ്കിൽ അതെങ്ങോട്ട് പോകുമായിരുന്നു? അതല്ലെങ്കിൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുമായിരുന്നു. നമ്മുടെ പ്ലാൻ പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ നടക്കുമായിരുന്നു. കേരളത്തിലെ ഗവൺമെൻറ് മുഖ്യമന്ത്രി പറയുന്നത് സ്കൂളുകൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കി, ഞങ്ങൾ ഇത്രയും സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തു. കേരളത്തിൽ മഹാരാജാക്കന്മാരുടെ കാലത്ത് മിഷണറിമാർ സ്കൂളുകൾ ഇവിടെ സ്ഥാപിച്ചവരാണ്. ഇതൊന്നുമില്ലാത്ത കാര്യം മിഷണറിമാരാണ് ഇവിടെ സ്കൂൾ സ്ഥാപിച്ചത്. രാജാക്കന്മാർ സ്കൂൾ സ്ഥാപിച്ചു. സ്കൂൾ ഉണ്ടാക്കുക എന്ന് പറയുന്നതും കെട്ടിടം ഉണ്ടാക്കുക എന്ന് പറയുന്നതും കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേട്ടം, ഒരു വലിയ ഭരണ നേട്ടമായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? പ്രൊഡക്റ്റീവായി നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ 1000 കോടി അല്ലെങ്കിൽ 5000 കോടി ചിലവാക്കുമ്പോൾ അതിന് എത്ര കോടി നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നു? അത് മാത്രമല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ടോ ഇവിടെ? ടുഡേസ് മന്ത്ര ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിന് UDFന് എന്തെങ്കിലും പദ്ധതികളുണ്ടോ? ഞാൻ പറയട്ടെ, ലോകത്തെമ്പാടുമുള്ള ആളുകൾ ഒന്നിച്ചു കൂടുന്നത് ലോക എക്കണോമിക് ഫോറത്തിലാണ്. ലോക ഉച്ചകോടി നടക്കുമ്പോഴാണ് എല്ലാവരും അവിടെ പോകാറുള്ളത്. എന്തിനു വേണ്ടിയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ്. കേരളം പോലെ ഇത്രയും കാലാവസ്ഥ അനുകൂലമായ അഭ്യസ്തവിദ്യരായിട്ട് ആളുകളുള്ള പ്രകൃതിരമണീയമായ ഈ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ആരൊക്കെ വരും? ഇവിടെ ബെൻസിൻ്റെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ ഇത് കേരളം അമേരിക്കക്കാർ വെട്ടിപ്പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് വേണ്ടാന്ന് വെച്ചു അല്ലേ? ജോൺ ഹോപ്സ് യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാറിൽ ആശുപത്രി വരാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അന്ന് നയനാർ ഭരണകൂടെ വരുന്നത് അത് വേണ്ടാന്ന് വെച്ചു. CIA ഇവിടെ വരുമെന്ന്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന്. പിന്നെ CIA ആശുപത്രിയിലൂടെയാണല്ലോ വരുന്നത്. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആരാ വന്നേ? 10 വർഷം നിങ്ങൾ എടുക്കുക. പിണറായി വിജയൻ്റെ ഗവൺമെൻറ് കാലത്ത് ആരിവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു? ആരൊരു രൂപ മുടക്കി? ആകെ വന്നത് വിഴിഞ്ഞം ഹാർബറാണ്. ആ വിഴിഞ്ഞ ഹാർബറിൽ നമ്മളെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ് കൊണ്ടുവന്നത്. 4000 കോടി രൂപയ്ക്ക് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യം. 6000 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് പത്രക്കുറിപ്പ് ഇറക്കിയ ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി. ആര് വന്നു കേരളത്തിൽ 10 വർഷത്തിനിടയിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് 1 രൂപ മുടക്കാൻ ആരെങ്കിലും വന്നോ?
സ്റ്റാർട്ടപ്പുകളുണ്ടായി. അത് സ്റ്റാർട്ടപ്പുകൾ അവരാരും ഇല്ലേലും ചെറുപ്പക്കാർ അവരുടെ ബുദ്ധിശക്തി കൊണ്ടും കഴിവ് കൊണ്ടും അവരുണ്ടാക്കുന്ന സ്റ്റാർട്ടപ്പുകളാണ് ഇന്ത്യയിലൊട്ടാകെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആര് വന്നു? ഇവിടെ ആരും വന്നില്ല. ഇവിടെ ആരും വരാൻ താല്പര്യമില്ല. അപ്പോൾ നമുക്കിനിയും അടുത്ത UDF ഗവൺമെൻറ് വന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നതാകണം. ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ഹൂം? ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ആരെ സഹായിക്കണം? സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരും പാവപ്പെട്ടവരായ ആളുകൾക്ക് സഹായമുണ്ടാകണം. അതെന്തായിരിക്കണം? ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം നമ്മുടെ സംസ്ഥാനം. എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിരിക്കണം. ഇവിടെ കാർബൺ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്പനികൾ ഉണ്ടാകണം. അതിന് വരുമാനം ഉണ്ടാകണം. നമ്മുടെ ചെറുപ്പക്കാർ IT 12,000 കോടി രൂപയാണ് ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായി. 12,000 കോടിയാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൻ്റെ വരുമാനം. തിരുവനന്തപുരത്തും എറണാകുളത്തും അല്ല, എത്ര സ്ഥലത്ത് വേണമെങ്കിൽ ടെക്നോ പാർക്ക് പോലെയുള്ള സ്ഥാപനങ്ങൾ നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ചെറുപ്പക്കാർ അല്ലേ? നമ്മുടെ ചെറുപ്പക്കാരാണല്ലോ ഏറ്റവും കൂടുതൽ ഈ മേഖല IT മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ. ഇപ്പോൾ AI വരുന്നു. ആ AI പുരോഗതിക്ക് വേണ്ടി നമ്മൾ 10 വർഷം നേരത്തെ കണ്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും ആരംഭിക്കണ്ടേ? അല്ലേ? അപ്പോൾ ടെക്നോളജിക്കൽ നോഹൗ കൂടുതൽ കേരളത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനുള്ള നടപടികൾ ആരംഭിക്കണ്ടേ? അപ്പോൾ ഇതൊന്നും ചെയ്യാതെ സ്റ്റാറ്റസ്കോ വാദികളാണ് കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ദോഷമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അത് പരിഹരിക്കാനുള്ള നടപടികൾ UDFന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും. ഇപ്പോൾ കേരളം ഗോഡ്സ് ഓൺ അത് ഞാൻ പറഞ്ഞത്, സാമ്പത്തിക ഞെരുക്കത്തിൽ നിൽക്കുന്ന ഈ സംസ്ഥാനത്തെ കരകയറ്റണമെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാകണം. കാരണം ഗവൺമെൻറ് പണം മുടക്കാനില്ല, കടം കയറി കിടക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരണം. PPP മോഡലുകൾ വരണം. സംസ്ഥാന ഗവൺമെൻറ് കൂടെ വരുമാന വർധനവിനുള്ള കാര്യങ്ങൾ ചെയ്യണം. ചെലവുകൾ ചുരുക്കണം. അനാവശ്യ ചെലവുകൾ, ഒരു കാര്യമില്ലാതെ ചെലവുകൾ വർദ്ധിക്കുന്നു, അത് ഇല്ലാതാക്കണം. അങ്ങനെ ഒരു പ്രൂഡൻ്റ് ആയിട്ടുള്ളൊരു എക്കോണമി ആയി കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ മാറ്റണം. അത് ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് മാത്രമേ കഴിയൂ. അത് ഞാനൊരു ചോദ്യം ചോദിച്ചു അസംബ്ലിയിൽ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എത്ര പേരെ നിങ്ങൾ താൽക്കാലിക ജീവനക്കാരായി നിയമിച്ചു? 2 ലക്ഷം. കുടുംബശ്രീയിലൂടെ, അല്ലാതെ ഇലക്ട്രിസിറ്റി ബോർഡിലൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡ് നഷ്ടത്തിൽ കിടന്ന് ഞെരുങ്ങുകയാണ്. അവിടെയൊക്കെ നിയമിച്ച് എത്ര ആളുകളെ നിയമിച്ചിരിക്കുന്നത്? ബോർഡുകൾ, കോർപ്പറേഷനുകളിൽ എത്ര ആളുകളെയാണ് ഹോസ്പിറ്റലുകളിൽ ഒരു കാര്യമില്ല. പരിയാരം മെഡിക്കൽ കോളേജ് ഗുണ്ടകളാണ് അവിടെ നിൽക്കുന്നത് മുഴുവൻ, കൂടുതൽ 40 ശതമാനം. CPMൻ്റെ ഏറ്റവും ഗുണ്ടകളായിട്ടുള്ള ആളുകളെ അവിടെ നിയമിച്ചിരിക്കുക. PROമാർ എത്ര PRO വേണം? കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്ര PRO വേണം? അനാവശ്യ നിയമനങ്ങൾ നടത്തി സംസ്ഥാന ഖജനാവിലെ പണം ചോർത്തി കൊടുക്കുന്ന പ്രവർത്തനം ഈ ഗവൺമെൻറ് ചെയ്തു. ഇതൊക്കെ നമ്മൾ കണ്ട കാര്യമാണ്. ഓക്കെ, ഏതായാലും ധനകാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. ലോ ആൻഡ് ഓർഡർ ഓഫ് കോഴ്സ് പിന്നെ രമേശ് ജിയെ സംബന്ധിച്ചിട്ട് വളരെ ലോ ആൻഡ് ഓർഡർ ബാലകൃഷ്ണ അറിയണമെങ്കിൽ വൈകുന്നേരം 10 മണിക്ക് ഓരോ ചാനലും ഒന്നെടുത്ത് വെച്ചാൽ മതി. ക്രൈമിൻ്റെ നാടാണ് കേരളം നമുക്ക് തോന്നിപ്പോകും. ഓരോ ചാനലുകളും അവരുടേതായ നിലയിലുള്ള ക്രൈം സ്റ്റോറികൾ കൊണ്ടുവരികയാണ്. ഈ ക്രൈം സ്റ്റോറികൾ കാണുമ്പം ഒരു മുൻ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ആലോചിക്കുന്നത്, ഈ കേരളം ദൈവത്തിൻ്റെ നാടല്ല, ഇത് ചെകുത്താൻ്റെ നാടാണ്. ഈ ക്രൈമിനെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇവിടെ ആരെയാണ് പേടി? പോലീസ് അവരുടേതായ പ്രവർത്തനം നടത്തുന്നുണ്ടോ? രാത്രി കാര്യങ്ങളിൽ പെട്രോളിംഗ് ഉണ്ടോ? ഈ നാട്ടിലൂടെ ഏതെങ്കിലും സ്ത്രീക്ക് രാത്രി നടക്കാൻ പറ്റുമോ? ഒരു സ്ത്രീക്ക് തലയിൽ പൊൻകുടം വെച്ച് നഗരങ്ങളിലും ഗ്രാമങ്ങളിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുമ്പോഴാണ് ക്രമസമാധാന നില ഭദ്രമാണെന്ന് പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഇന്നുണ്ടോ? മദ്യവും മയക്കുമരുന്നും കേരളത്തിൽ തകർത്താടുകയാണ്. സ്വന്തം മാതാവിനെ കൊന്നിട്ട് പറയാം, നിങ്ങൾ എനിക്ക് ജന്മം നൽകിയതിനുള്ള പ്രതികാരം ഞാൻ തീർക്കുകയാണ്. ഞാൻ ഡ്രഗ്സിനെതിരെ കേരളം മുഴുവൻ യാത്ര നടത്തി. 14 ജില്ലയിലും 10,000 ആളുകളെ പങ്കെടുപ്പിച്ചു ഉള്ള യാത്രയായിരുന്നു. ഞാൻ നടത്തേണ്ടതല്ല, സർക്കാർ നടത്തേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും അവർ ചെയ്തില്ല. മുഖ്യമന്ത്രി എന്നെ അഭിനന്ദിച്ചു, മന്ത്രിമാരൊക്കെ എന്നെ അഭിനന്ദിച്ച് പോസ്റ്റ് ഇട്ടു. ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. പക്ഷേ ഇത് നടത്തേണ്ടത് ഞാനായിരുന്നില്ല, ഈ ഗവൺമെൻറ് വേണമായിരുന്നു. അവർ ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഏറ്റെടുത്തത്. 14 ജില്ലയിലും ബാലകൃഷ്ണ ആയിരങ്ങളാണ് പങ്കെടുത്തത്. 10,000 പങ്കെടുത്തു.
നമ്മുടെ യുവത്വം എരിഞ്ഞു തീരുകയാണ്. ഇതൊരു കൊളംബയായി മാറുകയാണ്. ഇത് പഞ്ചാബാവുകയാണ്. പഞ്ചാബിൽ ഇപ്പോഴും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. കാരണം ഇത് മയക്കുമരുന്നും മദ്യവും ഒഴുകുന്നൊരു സ്ഥലം. വലിയ തോതിൽ ഇവിടെ ഉപയോഗിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് ഡ്രഗ്സിൻ്റെ ഉപയോഗം കേരളത്തിലെ ചെറുപ്പക്കാരിൽ വ്യാപകമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. ഞാൻ ചോദിക്കട്ടെ, കേരളം ടൂറിസത്തെ രംഗത്ത് എങ്ങനെ മുന്നോട്ട് പോയി, പുരോഗമിച്ചു? വാസ്തവത്തിൽ പിണറായി വിജയന് കിട്ടിയത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. റയറസ്റ്റ് ഓഫ് റയറാണ്. കേരളത്തിൽ 5 വർഷം കഴിഞ്ഞാൽ ഭരണമാറ്റം ഉണ്ടാവും. 10 വർഷം അദ്ദേഹത്തിന് ഒരുമിച്ച് കിട്ടി. ഇറ്റ്സ് എ ലക്കി മാൻ. പക്ഷേ അത് കേരള വികസനത്തിനോ പുരോഗതിക്കോ വേണ്ടി ഉപയോഗിക്കാൻ കഴിയാതെ വന്നു എന്നുള്ളതാണ്. 10 വർഷം കഴിയുമ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ തൻ്റെ പാദമുദ്രകൾ ഇവിടെ പതിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാൻ തക്ക നിലയിൽ ഒന്നുമില്ല. എന്താ ഉള്ളത്? ടൂറിസത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? മുഹമ്മദ് റിയാസിനെ പറ്റി എനിക്ക് പ്രതീക്ഷയുണ്ടായി. ചെറുപ്പക്കാരൻ ടൂറിസം മന്ത്രിയാകുമ്പോൾ മാറ്റം ഉണ്ടാകും. ഒന്നും ഉണ്ടായില്ല. എന്താ ഉണ്ടായേ? എവിടെയാണ് ടൂറിസം വികസനം ഉണ്ടായത്? കേരളത്തിൽ ഇന്ന് ന്യൂ ഇയറിന് എൻ്റെ 2 സുഹൃത്തുക്കളെ വന്നിട്ട് 1 മാസം മുമ്പ് റൂം ബുക്ക് ചെയ്തിട്ട് റൂമില്ല. അതിൻ്റെ അർത്ഥം എന്താ? കേരളത്തിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായ റൂം പോലും കൊടുക്കാൻ നമ്മൾ കഴിയുന്നില്ല. നമ്മളെന്തുകൊണ്ടത് ഹോം സ്റ്റേ പ്രോത്സാഹിപ്പിക്കുന്നില്ല? പല ആളുകൾ ഹോം സ്റ്റേ ചെയ്യുന്ന ആളുകൾ പരാതിയുണ്ട്. അവരെ വെറുതെ അനാവശ്യമായിട്ട് പോയി റെയ്ഡ് ചെയ്യുന്നു. ഏത് ഇൻകം ടാക്സുകാർ റെയ്ഡ് ചെയ്യുന്നു, മറ്റേ റെയ്ഡ് ചെയ്യുന്നു, മറ്റേ. അവന് വല്ലപ്പോഴും സീസണിലാണ് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ആലപ്പുഴയിലാണ് ഏറ്റവും നല്ല ഈ ഹൗസ് ബോട്ടുകൾ. അവർ സമരത്തിലായിരുന്നു. അവരുടെ ഒരു യോഗം വിളിക്കണമെന്ന് പറഞ്ഞാൽ അവർ വിളിക്കാൻ തയ്യാറല്ല. അവരുടെ പ്രശ്നങ്ങളുണ്ട് അവർക്ക്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ആലപ്പുഴയിൽ വരുന്നത് ഇവിടെ ഇത് താമസിക്കാൻ വേണ്ടിയാണ്. അത് ഞാൻ പറഞ്ഞു, എവറി ഇഞ്ച് ഓഫ് കേരള ഈസ് എ ടൂറിസ്റ്റ് സ്പോട്ട്. കേരളത്തിൻ്റെ ടൂറിസം വികസനത്തിന് വേണ്ടി 10 വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞവർക്ക്? എന്താണ് ചെയ്യാൻ കഴിഞ്ഞത്? ഇവിടെ നാട്ടിൽ ടൂറിസ്റ്റുകൾ വരുന്ന മദ്യപിക്കാനൊന്നുമല്ല, പാറോട്ടർ കൊടുക്കാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഇവരെന്താ ചെയ്തത്? അപ്പോൾ ടൂറിസത്തെ പറ്റിയുള്ള ലോകത്തിൻ്റെ മുമ്പിൽ കേരളമാണ് ഏറ്റവും ഐഡിയൽ പ്ലേസ് എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ല. ഒരു ഇൻ്റർനാഷണലായ ടൂറിസ്റ്റ് കോൺക്ലേവ് നടത്തേണ്ടത് ഇവിടെയാണ്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇല്ലേ? അതെ. ഇതിവിടെ നടന്നിട്ടുണ്ടോ? അപ്പോൾ ടൂറിസം രംഗത്ത് നമുക്ക് എത്ര മുന്നോട്ട് പോകാൻ വേണേലും കഴിയും. ആളുകൾ എത്ര വേണമെങ്കിലും. മാത്രമല്ല ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളാണ് കൂടുതൽ വരുന്നത്. ഞാൻ ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റ് കയറി. മുഴുവൻ ടൂറിസ്റ്റുകളാണ് തിരുവനന്തപുരത്ത് നിന്ന് വന്ന്. തിരുവനന്തപുരത്തേക്ക് ബാംഗ്ലൂരിൽ നിന്നും ഹൈദരാബാദിൽ നിന്ന് വന്ന മുഴുവൻ ആളുകളും ഫ്ലൈറ്റിനകത്ത് കേരളം കാണാൻ വന്നവരാണ്. ഡൊമസ്റ്റിക് ടൂറിസം, പിലിഗ്രിം ടൂറിസം, ഇതൊക്കെ കേരളത്തിൽ വലിയ തോതിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. പക്ഷേ ഇത് ഫലപ്രദമായി ടാപ്പ് ചെയ്യാൻ നമുക്ക് കഴിയാതെ വരുന്നു. അത് നമ്മുടെ ഒരു പരാജയമാണ്. അതുകൊണ്ടെങ്കിൽ നമ്മുടെ വരുമാനം എത്രമാത്രം വർദ്ധിക്കും? ഇപ്പം ടൂറിസ്റ്റുകൾ വരുമ്പോൾ തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് റവന്യൂ വർദ്ധിക്കുകയല്ലേ? അതെ. അത്തരം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. തീർച്ചയായിട്ടും. ഇപ്പോൾ ടൂറിസത്തെ കുറിച്ചിട്ട്, ധനകാര്യത്തെക്കുറിച്ച്, കേരളത്തിൻ്റെ ലോ ആൻഡ് ഓർഡറിനെ കുറിച്ചിട്ടൊക്കെ ആധികാരികമായിട്ട് ചില അഭിപ്രായങ്ങൾ അങ്ങ് രേഖപ്പെടുത്തി. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ വലിയൊരു ക്യാമ്പ് വയനാട് വെച്ച് സമാപിച്ചിരിക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു സെമി ഫൈനൽ റൗണ്ട് ആഹ്ലാദകരമായിട്ടുള്ള രീതിയിൽ UDFന് പൂർത്തിയാക്കാൻ സാധിച്ചിരിക്കുന്നു. ഫൈനലിൽ കാലിടറുമോ, അല്ലെങ്കിൽ താങ്കൾ ഈ ക്യാമ്പിൽ വെച്ച് ആഗ്രഹിച്ചതുപോലെ ഈ ഒരു ഫിഗർ 100, 110 എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ യഥാർത്ഥ തിങ്കിങ് എന്ന് വരുന്നതാണോ? സാധാരണഗതിയിൽ കേരളത്തിൽ 5 വർഷം കഴിയുമ്പോൾ ഒരു ഭരണമാറ്റമാണ്. കഴിഞ്ഞ തവണ അത് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ കോവിഡ് പോലൊരു മഹാമാരിയുടെ മുമ്പിൽ കേരളം വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു. കൺട്രോൾഡ് ഇലക്ഷനായിരുന്നു കഴിഞ്ഞ തവണ. 5 പേരിൽ കൂടുതൽ കൂടാൻ പറ്റത്തില്ല, ആരുടെയും വീട്ടിൽ പോകാൻ പറ്റത്തില്ല. ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ പ്രതിപക്ഷത്തിനൊരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് കിട്ടിയില്ല. കാരണം നമുക്ക് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറ്റും, നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അത് പിണറായി വിജയൻ ഗവൺമെൻറ്റിന് മാത്രമല്ല ഗുണമുണ്ടായത്, ലോകത്തെമ്പാടും ഉണ്ടായി. ബോറിസ് ജോൺസൺ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും അൺപോപ്പുലറായിരുന്നു.
അദ്ദേഹം അവിടെ ഈ കോവിഡ് കാലത്ത് ധാരാളം സഹായങ്ങൾ കൊടുത്തു. എല്ലാ ഗവൺമെൻറ്റും കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുത്തപ്പോൾ അവിടുത്തെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അദ്ദേഹത്തിന് വലിയ നേട്ടമുണ്ടായി. മമതാ ബാനർജി തിരിച്ചു വന്നു. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ വമ്പിച്ച ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന് വിചാരിച്ചിട്ടും ഈ ADMK ഗവൺമെൻറ് പക്ഷെ വലിയ ഭൂരിപക്ഷം സീറ്റ് നന്നായി പെർഫോം ചെയ്തു. സ്റ്റാലിൻ വന്നു, പക്ഷേ എടപ്പാടിയുടെ ഗവൺമെൻറ് വളരെ നന്നായിട്ട് സീറ്റുകൾ പിടിച്ചു. കേരളത്തിൽ ഏത് ഗവൺമെൻറ് ആണെങ്കിലും ഇപ്പോൾ UDF ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ ആ കാലഘട്ടത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്തേനെ. കാരണം ജനങ്ങൾക്ക് പൈസയില്ല, ജനങ്ങൾക്ക് ഭക്ഷണ സാധനമില്ല, മെഡിസിൻ ഇല്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി വരുന്ന ഒരു മഹാമാരി, ഇതിനെ നേരിടാൻ സർക്കാർ മാത്രമേ ഉള്ളൂ രക്ഷകൻ എന്ന ചിന്തയിൽ ആളുകൾ പ്രവർത്തിച്ചപ്പോൾ സ്വാഭാവികമായും ഗവൺമെൻറ്റിന് അനുകൂലമായി ആളുകൾ വോട്ട് ചെയ്തു. ഇപ്പോൾ എവിടെ ചെന്നാലും ആളുകൾ എൻ്റെ പൊന്നു സാറേ ആ കിറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ വോട്ട് ചെയ്ത് പോയതാണ്, ഇങ്ങനൊരു ദുരന്തം ഉണ്ടാവുമെന്ന് കരുതിയില്ല. ആ ദുരന്തത്തിലാണ് ഞങ്ങൾ വോട്ട് ചെയ്തത്. ഈ 10 വർഷം കിട്ടിയിട്ടും കേരളത്തെ ഉന്നതിയുടെ നിന്ന് ഉന്നതിയിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയൊരു ഗവൺമെൻറ്റാണ്. അത് ജനങ്ങൾക്കറിയാം. അപ്പോൾ ജനങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. അവരത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു, തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു. അവരത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 18 സീറ്റ് UDF നൽകി, അത് തെളിയിച്ചു. അവരത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തെളിയിച്ചു. ഒരു സംശയവും വേണ്ട. ഇന്ന് ഒരു ദുർബലൻ്റെ ശക്തി ഉണ്ടെന്നുള്ള ഒരു പ്രകടനമാണ് ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയത്. ദുർബലനാണ് അദ്ദേഹം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ദുർബലാവസ്ഥയിലാണ്. അത് ദുർബലാവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തി കാണിക്കുന്ന കപട ആത്മവിശ്വാസമാണ് ഇന്നലെ മുഖ്യമന്ത്രി ചെയ്തത്. 110 സീറ്റ് എന്ന് പറയുന്നത് ഇനി അദ്ദേഹം പറഞ്ഞു, തമാശയായിട്ട് പറഞ്ഞു, ഇനി BJP NDA പറയും 210 സീറ്റ് ഞങ്ങൾ ജയിക്കുമെന്ന്. തീർച്ചയായും UDF തിരിച്ചു വരും. ജനങ്ങൾക്ക് UDFലാണ് പ്രതീക്ഷ. പീപ്പിൾ വാണ്ട്സ് എ ചേഞ്ച്. പീപ്പിൾ ഫീൽസ് ദാറ്റ് എ ചേഞ്ച് വിൽ ഡു ബെറ്റർ ഫോർ ദം. സ്നേഹത്തോടെ ജനങ്ങളോട് ഇടപെടുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ പലപ്പോഴും ഭാഗ്യം അങ്ങയെ നിരന്തരമായി പിന്തുണച്ചിട്ടുണ്ട് എന്നൊക്കെ പൊതു ഇടങ്ങളിൽ സംസാരിക്കാറുണ്ട്. നല്ലൊരു ദൈവവിശ്വാസിയാണ്. എല്ലാ മാസവും 1-ാം തീയതി കരുണാകരൻ്റെ പാത പിന്തുടർന്ന് ഗുരുവായൂർ പോകുന്നു എന്ന വാർത്തകളൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണല്ലോ. ഇടിമിന്നലിന് പോലും പരാജയപ്പെടുത്താൻ കഴിയാത്തവൻ എന്ന് രമേശ് ചെന്നിത്തലയെക്കുറിച്ച് പറയാറുണ്ട്. ആ ഓർമ്മ എങ്ങനെയാണ് പങ്കുവെച്ചത്? ഞാൻ എന്നെ എതിർക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ശത്രുക്കളോട് ഞാൻ പറയാറുണ്ട്, ഇടി വെട്ടിട്ട് ഞാൻ മരിച്ചില്ല, പിന്നെ അവിടെ നിങ്ങൾ വിചാരിച്ചിട്ട് ഈ പുതിയ തലമുറയിൽ ആളുകൾക്ക് ചിലപ്പോൾ അറിയില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് വന്നായിരുന്നു കോട്ടയത്ത്. ബാബു ചാഴിക്കാടനും ഞാനും അന്ന് പാർലമെന്റിലും അസംബ്ലിയിലും മത്സരിക്കുകയാണ്. ഞങ്ങളന്ന് അദ്ദേഹം ഏറ്റുമാനൂരിലായിരുന്നു. ബാബു ചാഴിക്കാടൻ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പം ഞങ്ങൾ തമ്മിൽ ഒരു അടുപ്പമായിരുന്നു. ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് വന്നപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒരുമിച്ച് ഒരു ഓപ്പൺ ജീപ്പിൽ പോവാണ്. ഇഷ്ടം ഒരു മഴയില്ല, ഒരു ഇരുട്ടില്ല, അല്ലെങ്കിൽ കാറ്റില്ല, ഒന്നുമില്ല, ഒരു മഴ പോലും ഇല്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്ത് അടുത്ത അതിരമ്പുഴ പഞ്ചായത്തിലേക്ക് പോവാണ്. ആർപ്പൂക്കര കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് ചെന്നപ്പം അവിടെ ഭയങ്കരമായ ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. പാടമാണ്, പാടത്തിൻ്റെ അവിടെ. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ മെഡിക്കൽ കോളേജിലായി. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ മെഡിക്കൽ കോളേജിലാണ്. ഒരു വലിയ ശബ്ദം കേൾക്കുന്നു, പിന്നൊന്നും അറിയത്തില്ല. അപ്പം അന്ന് ബോധം മറ്റ് വീണുപോയി. വീണുപോയി. പിന്നീടാണ് അറിയുന്നത് ബാബു ചാഴിക്കാടൻ മരിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നമ്മൾ രണ്ടുപേരും മരിച്ചെന്നാണ് നാട്ടുകാരൊക്കെ അറിഞ്ഞത്. അതായത് രണ്ടുപേരും ഒരേ തുറന്ന ജീപ്പിൽ ഞങ്ങൾ തോളോട് തോളി ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങ് അല്പം നീളം കുറഞ്ഞത് കൊണ്ടാണോ രക്ഷപ്പെട്ടത്? എന്താണെന്നറിയില്ല. ചിലർ പറയുന്നത് നീളം കുറഞ്ഞതുകൊണ്ടാണ്, ചിലർ പറയുന്നത് അദ്ദേഹത്തിന് കരുത്ത് മാല ഉണ്ടായിരുന്നു അതുകൊണ്ടാണ്, സ്വർണ്ണമാല. രണ്ടുപേരും ഒരേ തുറന്ന ജീപ്പിൽ അടുത്തടുത്ത് നിന്ന് യാത്ര ചെയ്യുന്നു. അപ്പോഴാണ് ഈ വലിയ ശബ്ദം വരുന്നത്. ഇടി വെട്ടുന്നു. ഞങ്ങൾ രണ്ടുപേരും താഴെ വീഴുന്നു. രണ്ടുപേരും മരിച്ചെന്നാണ് ആളുകൾ പറയുന്നത്. ആയിരക്കണക്കിന് ആളുകൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ തടിച്ചുകൂടി. അപ്പം ഞാൻ കണ്ണു തുറന്നു, എനിക്ക് പ്രശ്നമില്ല. പരിശോധിച്ചപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നോട് ഇവർ പറയുന്നില്ല ബാബു ചാഴിക്കാടൻ മരിച്ചെന്ന്. പിന്നീടാണ് എന്നോട് പിറ്റേ ദിവസം രാവിലെയാണ് പറയുന്നത്. അന്ന് രാജീവ് ഗാന്ധി ഞങ്ങളെ ഫോൺ ചെയ്ത് ഡോക്ടർ PGR പിള്ളയായിരുന്നു. അദ്ദേഹത്തിന് അറ്റൻഡ് ചെയ്ത് വിവരങ്ങളൊക്കെ ചോദിച്ചു. അപ്പം കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ കൊടുക്കാൻ പറഞ്ഞു ഫോണ്. പിന്നെ ഞാൻ സംസാരിച്ചു അദ്ദേഹത്തോട്. അപ്പോൾ അത് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു സംഭവമാണ്. അതൊരു ചെറുപ്പക്കാരൻ ആദ്യമായിട്ട് മത്സരിക്കുകയാണ് ബാബു ചാഴിക്കാടൻ.
പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ബ്രദർ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു, തോമസ് ചാഴിക്കാട്. അദ്ദേഹത്തെ പിന്നെ നിർത്തി മത്സരിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാ. ഇപ്പോഴും ഇടി കേട്ടാൽ എനിക്ക് പേടിയുണ്ട്. ആണല്ലേ? പേടിയുണ്ട്. ഇത്രയും വർഷത്തെ നിരന്തരമായ യാത്ര, ദേശീയ യാത്രകൾ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ യാത്രകൾ. പക്ഷേ കേരളത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ഒരു സെൻസസ് കിട്ടാത്തത് കൊണ്ട് നമുക്കൊരു 3.5 കോടിക്ക് മുകളിൽ എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം കേരളത്തിൻ്റെ ജനങ്ങളെ. കേരളത്തിൽ എത്ര പേര് നേരിട്ടറിയാം? അത് കണക്കില്ല. ഏത് ഗ്രാമത്തിൽ ചെന്നാലും ഒരു 10 പേരെങ്കിലും എനിക്ക് പേര് ചൊല്ലി വിളിക്കാൻ പറ്റും. അത് നമ്മൾ വർഷങ്ങളായി നടത്തിയിട്ടുള്ള യാത്രകളും അവരുമായിട്ടുള്ള ആത്മബന്ധങ്ങളും അവർ വളർത്തിയെടുത്ത ഒരു കൂട്ടായ്മയും ഒക്കെ ഭാഗമാണ്. നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ മൊബൈൽ ഫോണിൽ എത്ര നമ്പറുണ്ട്? മൊബൈൽ ഫോണിൽ എനിക്കറിയില്ല എത്ര നമ്പറുണ്ടെന്ന്. എൻ്റെ മൊബൈൽ ഫോണും എൻ്റെ പിയുടെ മൊബൈൽ ഫോണും എൻ്റെ ഗവൺമെൻറ് ഫോണിലും ഒക്കെയാണ് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും സംസാരിക്കും. ഇൻ കേസ് ഞാനൊരു മിസ് കോൾ കണ്ടാൽ പിന്നെ തിരിച്ചു വിളിക്കും. കാരണം വലിയ പ്രതീക്ഷയോടെ ആയിരിക്കുമല്ലോ നമ്മളെ വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫോൺ ഓഫ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുകയോ ചെയ്യുന്നത് തെറ്റാണ്. കഴിയുന്നത്ര ഞാൻ തന്നെ ഫോൺ സംസാരിക്കാൻ നോക്കും. തിരക്കാണെങ്കിൽ എൻ്റെ പി എ പറയും ഇന്നയാൾ വിളിച്ചിരുന്നു, ഞാൻ തിരിച്ചു വിളിക്കും. മിസ് കോൾ കണ്ടാൽ ഞാൻ ഇപ്പോഴും തിരിച്ചു വിളിക്കും. ഒരു പൊളിറ്റീഷ്യൻ കീപ്പ് ചെയ്യേണ്ട ഒരു ഫോൺ കൾച്ചർ എന്താണ്? ഫോൺ വന്നാൽ എടുക്കണം. ചിലപ്പോൾ നമ്മളോട് ആവശ്യപ്പെടുന്ന എല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. ഉമ്മൻചാണ്ടി ഫോൺ ഉപയോഗിക്കത്തില്ലായിരുന്നു. അതിന് കാര്യം അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം ടെൻഷൻ ഉണ്ടാകുന്നു. കാരണം അതുകൊണ്ടാണ് ഈ ഗൺമാന്മാരുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ചോദിച്ചു, ഉമ്മൻചാണ്ടിക്കൊരു ഫോൺ വെച്ച് കൊടുക്കുക. നമ്മൾ 4 ഗൺമാന്മാരെ വിളിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ പുള്ളിയെ കിട്ടുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഫോൺ വെച്ചാൽ ഞാൻ തന്നെ എടുക്കുമ്പോൾ ടെൻഷനാണ് പുള്ളിക്ക്. അതുകൊണ്ടാണ് ഞാനങ്ങനല്ല, ഞാൻ ആര് ഫോൺ വിളിച്ചാലും എടുക്കും. അത് നമുക്ക് ക്വാളിറ്റി ആയിട്ട് നമുക്ക് ടിക്ക് ചെയ്യാം. തീർച്ചയായും ഒരു പൊതുപ്രവർത്തകൻ ഫോണിലൂടെ, കാരണം ആളുകൾ വിളിക്കുന്ന അവൻ്റെ ഒരു ആവശ്യത്തിനോ അല്ലെങ്കിൽ നമ്മളോട് വിവരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമല്ലോ. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷനാണ്. ആ കമ്മ്യൂണിക്കേഷൻ നിന്നാൽ വി ആർ നോ വെയർ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നമ്മളൊരിക്കലും ഷട്ട് ഡൗൺ ചെയ്യാൻ പാടില്ല, ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. സംസാരിക്കണം. ചിലപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല, പക്ഷേ സംസാരിക്കണം. ഫോൺ വന്നാൽ ഫോൺ എടുക്കണം, സംസാരിക്കണം. നോ പറയുന്ന കാര്യത്തിൽ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ പിറകിലാണോ? അല്ല, അത് അതിനൊരു വൈകാരികമായ ഒരു തലമുണ്ട്. നമ്മൾക്ക് വരുന്ന ഒരാൾ എന്തിനാണ് വരുന്നത്? ഒരാശ്വാസത്തിന് വേണ്ടിയാണ്, ഒരു സമാധാനത്തിന് വേണ്ടിയാണ്. ആ വരുന്ന ആളുകളുടെ എല്ലാ കാര്യങ്ങളും നടപ്പാക്കി കൊടുക്കാൻ പലപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അവൻ വരുന്നതാണ്, ഇതൊന്നും എനിക്ക് പറ്റില്ല, നീ എൻ്റെ പാട്ടിൽ പോടാ എന്ന് പറയാനുള്ള മാനസികാവസ്ഥ എനിക്കില്ല. അത് ഹ്യൂമൻ നേച്ചറായി ഞാൻ അതൊരിക്കലും കണ്ടിട്ടുമില്ല. അപ്പോൾ വരുന്നവൻ്റെ പ്രശ്നങ്ങൾ കേൾക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇന്ന ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ട് ചെയ്യാൻ കഴിയാതെ വരുന്നു എന്ന് അവനോട് സംസാരിച്ചാൽ അവന് കിട്ടുന്ന ഒരു ആശ്വാസം വളരെ വലുതാണ്. വരുന്ന ആളിന് വലിയ പ്രതീക്ഷയോടെ നമ്മളെ കാണാൻ വരികയാണ്. അവൻ എത്ര ദൂരെ സഞ്ചരിക്കായിരിക്കും വരുന്നത്, എത്ര യാത്ര ചെയ്തായിരിക്കും വരുന്നത്. രാവിലെ കാണാൻ ആൾ വരും, അവൻ്റെ വീട്ടിലെ കുഞ്ഞിന് മരുന്ന് പോലും വാങ്ങിച്ചു കൊടുക്കാതെ അവൻ ഓടി വരികയാണ് നമ്മളെ കണ്ടൊരു കാര്യം പറയാൻ. അപ്പം നീ ഇപ്പോൾ ഒന്നും പറ്റില്ല, എനിക്കൊന്നും നടക്കില്ല. ഈ ഇത്രയും കാലത്തെ പൊതുപ്രവർത്തന ജീവിതത്തിനിടയിൽ എത്രയോ സൗഹൃദങ്ങൾ, അതിൽ ചിലരെല്ലാം കൂടപ്പിറപ്പുകളെ പോലെ നിന്നതിന് ശേഷം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ മൊബൈൽ ഫോണിൽ ഇപ്പോഴും ഡിലീറ്റ് ചെയ്യാതെ വെച്ചിട്ടുള്ള ഏതെങ്കിലും പേരുണ്ടോ? ഒത്തിരി പേരുണ്ട്. ചിലപ്പോൾ നമ്മൾ ആ ഫോൺ ചെയ്യുമ്പോൾ അവരുടെ ഭാര്യമാരായിപ്പോൾ എടുക്കുന്നത്, അവരോട് സംസാരിക്കാറുണ്ട്. ഞാൻ ഡിലീറ്റ് അങ്ങനെ ചെയ്യാറില്ല. കാരണം എത്രയോ വർഷത്തെ ബന്ധമാണ് അവരൊക്കെ തമ്മിലുള്ളത്. അവർ ചിലപ്പോൾ മരിച്ചുപോയി കാണും, പക്ഷെ അവരുടെ കുടുംബം ഉണ്ടാവും. അവരോടൊരു വാക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരാശ്വാസം വളരെ വലുതാണ്. പലപ്പോഴും തിരക്കിനിടയ്ക്കിടയിൽ പലരും അവരെ ഓർത്തു എന്ന് വരില്ല, അവരുടെ കുറ്റമൊന്നുമല്ല. പക്ഷെ നമ്മൾ ആ ഫോൺ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാറില്ല. ബാലകൃഷ്ണൻ ആ ചോദ്യം ചോദിച്ചാൽ എനിക്ക് വലിയ സന്തോഷമായി. ആ ഫോണിൽ ഞാൻ വിളിക്കാറുണ്ട് അവരെ. അത് നമ്മുടെ ഒരു ആത്മബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളപ്പെടുത്തലാണ്. ഓക്കെ, കാരണം ഞാൻ ആ ചോദ്യം ചോദിക്കാൻ എനിക്ക് പലപ്പോഴും അങ്ങനെ ഒരു അനുഭവം ഫീൽ ചെയ്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അതിനകത്ത് ഇപ്പോൾ ജി കാർത്തികേയൻ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. കാർത്തികേയൻ വിളിക്കുമായിരുന്നല്ലേ, ഫോൺ തിരിച്ച് വിളിക്കുക. പണ്ടൊക്കെ കത്ത് എഴുതുമായിരുന്നു. പണ്ട് ഇംഗ്ലണ്ടിൽ കത്ത് എഴുതുന്ന ഒരാളായിരുന്നു കാർത്തികേയൻ. അത് അന്നൊന്നും ഫോണില്ലല്ലോ, അന്ന് എല്ലാവർക്കും കത്തായി, ഞാൻ എൻ്റെ അടുത്ത് വരുന്നുണ്ട്, അത് കാണണം എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ ആളുകൾ കത്തെഴുതുന്ന ഒരാളായിരുന്നു. ഞാനും കൂടപ്പിറപ്പുകളെ പോലെ കൂടെ
സഹപ്രവർത്തകരെ നിർത്തുന്ന കാര്യത്തിൽ രമേശ് ചെന്നിത്തല വളരെ മുൻപന്തിയിലാണ് എന്ന് പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്. അങ്ങനെ കുറേ ആളുകളെ അധികമായി കൂടെ മനസ്സിൽ കുടിയിരുത്തി മുന്നോട്ട് പോകുന്നത് കൊണ്ട് മറ്റു ചില നഷ്ടങ്ങൾ എപ്പോഴെങ്കിലും രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുണ്ട്? അതൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. ലാഭനഷ്ടങ്ങളുടെ കണക്കുകൾ നോക്കിയല്ല നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത്. നമ്മുടെ മനസാക്ഷിക്ക് യോജിച്ചതാണെങ്കിൽ അത് ചെയ്യണം. താൻ ശരിയാണെന്ന് തനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ നഷ്ടമുണ്ടാകും, ലാഭമുണ്ടാകും. അപ്പോൾ ലാഭനഷ്ടത്തിൻ്റെ കണക്ക് നോക്കി തീരുമാനമെടുക്കാൻ ഞാൻ ഒരിക്കലും മുന്നോട്ട് വന്നിട്ടില്ല. രാഷ്ട്രീയമല്ലാത്തൊരു പ്രൊഫഷൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കൈകാര്യം ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു ആ പ്രൊഫഷൻ? നല്ല ഒരു അധ്യാപകനായിരുന്നു. കാരണം എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നു, എൻ്റെ അപ്പച്ചി അധ്യാപികയായിരുന്നു. എനിക്ക് വേണേൽ അധ്യാപകനാകാമായിരുന്നു കോളേജിൽ പോകാതെ തന്നെ. ഞാൻ പറഞ്ഞല്ലോ, അതെ, എനിക്ക് ഇംഗ്ലീഷ് BA ഇംഗ്ലീഷ് എഴുതിയെടുത്താൽ മതിയായിരുന്നു. അവർ നല്ലൊരു അധ്യാപകനായിരുന്നു. 2026 രമേശ് ജി ഏത് രീതിയിലായിരിക്കും കേരളത്തിൽ അറിയപ്പെടുക? അത് എൻ്റെ ചോദ്യം എനിക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം കേരളത്തിലെ കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഞാനങ്ങനെ രാഷ്ട്രീയത്തിൽ മോഹമുക്തനാണ് എന്നുള്ള അവകാശവാദമൊന്നുമില്ല. രാഷ്ട്രീയ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അധികാരം വേണ്ടി വരും. നമ്മൾ അധികാരത്തിലിരിക്കുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ ജനങ്ങൾക്കും സമൂഹത്തിനും വേണ്ടി ചെയ്യാൻ കഴിയുന്നതൊക്കെ സത്യമാണ്. അതുകൊണ്ട് നാളെ എന്ത് കിട്ടുന്നുള്ളതല്ല, എൻ്റെ പാർട്ടി തിരികെ വരണം. 10 വർഷം നമ്മുടെ പാർട്ടി പ്രവർത്തകർ വെയിലും മഴയും കൊണ്ട് അവൻ മർദ്ദനമേറ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി കേസുകളിൽ ഓരോ ദിവസവും പോയി ഒപ്പിടുന്ന നൂറുകണക്കിന് പ്രവർത്തകന്മാരുണ്ട്. എൻ്റെ ഒരു ആക്ഷൻ കൊണ്ടോ ഒരു പ്രവർത്തനം കൊണ്ടോ ഈ മുന്നണിക്കോ ഈ പാർട്ടിക്കോ ഒരു ചെറിയ പോരൽ പോലും വെക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. കേരളം ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഇത് തന്നെയാണ്, ഉമ്മൻചാണ്ടി. ഈ ഉമ്മൻചാണ്ടിയുമായിട്ട് ഇത്രയും വലിയ ഒരു സൗഹൃദം ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലെല്ലാം സൂക്ഷിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു കെമിസ്ട്രി എന്തായിരുന്നു? അതാണ് ഞങ്ങൾ തമ്മിൽ ഒത്തിരി സാദൃശ്യമുണ്ട് പല കാര്യങ്ങളിലും. AK ആന്റണി എപ്പോഴും പറയും നിങ്ങൾ തമ്മിൽ വലിയ സാദൃശ്യമുണ്ടെന്ന് പറയും പല കാര്യങ്ങളിലും. ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഒരിക്കലും പബ്ലിക്കിന് മുമ്പിൽ ഞങ്ങൾ കൊണ്ടുപോയി അലക്കിയിട്ടില്ല. കാരണം അത് നമ്മൾ പോയത് ഒരു നൂൽപ്പാലത്തിലൂടെയായിരുന്നു. 72 സീറ്റ് മാത്രമല്ല, ആ ഗവൺമെൻറ് പോകേണ്ടത് ജനങ്ങൾക്ക് ആവശ്യമായിരുന്നു. മുന്നോട്ട് പോകേണ്ടത്, ആ ഗവൺമെൻറ് ഭരിച്ച് കാലാവധി പൂർത്തിയാക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യമായിരുന്നു. അതിന് KPCC പ്രസിഡൻ്റായി ഞാൻ ചെയ്ത സംഭാവനകൾ ഒരു KPCC പ്രസിഡന്റ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ CLP ലീഡറുമായിട്ട് വെച്ച് പുലർത്തിയിട്ടില്ല. ഗവൺമെൻറ് വന്നപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് പോകാത്ത KPCC പ്രസിഡന്റുമാരുണ്ടായിട്ടുണ്ട്. അവർക്ക് അതിൻ്റേതായ കാരണങ്ങളുണ്ടാവും, അവർക്ക് അവരുടേതായ ന്യായമായ കാരണമുണ്ടാവും. പക്ഷേ ഉമ്മൻചാണ്ടിയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് ആ കാര്യം മാത്രം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്താണ് ഞാൻ സത്യപ്രതിജ്ഞ അന്ന് ചെയ്യാമായിരുന്നു, അത് ഞാൻ ഇപ്പോഴും പറയുന്നില്ല, പിന്നെ ഒരു അവസരത്തിൽ പറയാം. ഇപ്പോൾ പറയാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും വേണ്ട, അതൊരു മൗനമായിട്ട് അവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ, ഒരു അഗാധമായ മൗനം. റോബർട്ട് ഫോസ്റ്റിൻ്റെ വിഖ്യാതമായ ഒരു കവിതയുണ്ട്, വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ഒരുപാട് കാലം ഇനിയും പൊതുരംഗത്ത് സഞ്ചരിക്കാൻ താങ്കൾക്ക് വലിയ പെർഫോമറായി സഞ്ചരിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.